Newton's method of finding roots. Suppose you have an equation like f of x equal to 0. f of x equal to 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ റൂട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ആൽഫ എന്ന് പറയുന്നത് ഇയാളുടെ റൂട്ട് ആവണമെങ്കിൽ എഫ് ഓഫ് ആൽഫ 0 ആയിരിക്കണം. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. സപ്പോസ് ഇറ്റ് ഈസ് എക്സ് മൈനസ് 1. ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1 എന്ന് പറയുന്ന ഫംഗ്ഷന്റെ റൂട്ട് എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? എഫ് ഓഫ് ആൽഫ കൊടുത്താൽ 0 കിട്ടുകയാണെങ്കിൽ അയാളെ വിളിക്കുന്ന പേരാണ് എന്ത്? റൂട്ട്. ആൽഫ ഈസ് ദി റൂട്ട് ഓഫ് ദി ഫംഗ്ഷൻ. അപ്പൊ ഈ ഒരു കേസിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ആണെങ്കിൽ എക്സിന് ഏത് വാല്യൂ കൊടുത്താലാണ് എഫ് ഓഫ് എക്സ് 0 കിട്ടുക? എഫ് ഓഫ് 1 കൊടുത്ത് നോക്കാം അല്ലെ. 1 കൊടുത്ത് എന്താ കിട്ടുക? 1 മൈനസ് 1 ദാറ്റ് ഈസ് 0, വിച്ച് മീൻസ് 1 ഈസ് എ റൂട്ട്. ക്ലിയർ? അപ്പൊ ഇത് എല്ലാ ഫംഗ്ഷന്റെ റൂട്ട് നമുക്ക് ഇതേപോലെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നു, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സം എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. ഇതിന്റെ റൂട്ട് എങ്ങനെ കാണാം? എഫ് ഓഫ് എക്സിനെ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് അറിയാം സ്പ്ലിറ്റ് ചെയ്യാം അല്ലെ. സമ്മ് 3ഉം അല്ലെങ്കിൽ -3 വരുന്ന രീതിയിൽ, പ്രൊഡക്റ്റ് 2ഉം വരുന്ന രീതിയിൽ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് സം എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഫോമിൽ ഫാക്ടറൈസ് ചെയ്യാം 0, ദെൻ സിംപ്ലിഫൈ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇനി നമുക്കൊരു ക്യൂബിക് ഇക്വേഷൻ തരുന്നതെങ്കിലോ എക്സ് സ്ക്വയർ അല്ല, ഇവിടെ എക്സ് ക്യൂബ് ആണ് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യാറ്? ഇതിൽ ആദ്യം ഒരു ഫാക്ടർ കണ്ടുപിടിക്കും അല്ലെ. ഇപ്പൊ 1 എന്ന് കൊടുത്തിട്ട് നമ്മൾ 1 അതിന്റെ ഫാക്ടർ ആണോ ചെക്ക് ചെയ്യും. കാരണം എഫ് ഓഫ് 1 0 കിട്ടുമോ നോക്കും. അങ്ങനെയാണെങ്കിൽ 1 ഒരു റൂട്ടാണ് ആൻഡ് അല്ലെ 1 ഒരു റൂട്ടാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ പോളിനോമിയലിനെ അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന ഇക്വേഷനെ എക്സ് ക്യൂബ് മൈനസ് 5x പ്ലസ് 6നെ നമ്മൾ എക്സ് മൈനസ് 1 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് സംതിങ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടും. പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് കാണാൻ നമുക്ക് അറിയാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു പോളിനോമിയലിന്റെ റൂട്ട് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന്റെ റൂട്ട് കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു ഫംഗ്ഷൻ തന്നാലോ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു സം 5/2 മൈനസ് 2x സ്ക്വയർ, ഈ ഒരു ഫോമിലൊക്കെ ഒരു ഫംഗ്ഷൻ തരികയാണെങ്കിൽ പ്ലസ് 4x, ഇങ്ങനെയൊക്കെ ഒരു ഫോമിൽ ഫംഗ്ഷൻ തരികയാണെങ്കിൽ റൂട്ട് കണ്ടുപിടിക്കാൻ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇനിയിപ്പോ അതല്ല, പോളിനോമിയൽ ആയിട്ടല്ല, ആൾജിബ്രായിക് ആയിട്ടോ അല്ലെങ്കിൽ ട്രാൻസെൻഡന്റൽ ഫംഗ്ഷൻ, അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇ റേസ് ടു എക്സ് മൈനസ് 2x, ഇങ്ങനെയൊക്കെ ഒരു ഫംഗ്ഷൻ തരികയാണെങ്കിൽ ഏത് എക്സ് ആണ് അല്ലെങ്കിൽ ഏത് ആൽഫയാണ് എഫ് ആൽഫേനെ 0 ആക്കണമെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ന്യൂട്ടൺസ് മെത്തേഡ് പറയുന്നത് ഹൗ ക്യാൻ വി ഫൈൻഡ് റൂട്ട് ഓഫ് എ പോളിനോമിയൽ ഇൻ എ യുണീക് വേ. നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോ ക്വാഡ്രാറ്റിക് വന്നപ്പോൾ നമ്മളൊരു ഫോർമുല യൂസ് ചെയ്തു. ഇനി ക്വാഡ്രാറ്റിക് അല്ലാണ്ട് വേറൊരു ഫംഗ്ഷൻ വരികയാണെങ്കിൽ നമുക്ക് വേറെ ടെക്നിക്ക് ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വരും. ന്യൂട്ടൺസ് മെത്തേഡ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണത് ഏതൊരു ഫംഗ്ഷൻ തന്നാലും യുണീക് വേയില് അതിന്റെ റൂട്ട് കണ്ടുപിടിക്കാനാണ്. സോ ന്യൂട്ടൺ മെത്തേഡ് പറയുന്നത് ടു ഫൈൻഡ് എ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 വെർ എഫ് ഷുഡ് ബി ഡിഫറൻഷ്യബിൾ. എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ സച്ച് ദാറ്റ് എഫ് ഡാഷ് ഈസ് കണ്ടിന്യൂസ്. അപ്പൊ ഈ ഒരു 2 പ്രത്യേകത മാത്രം ഉണ്ടായാൽ മതി. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിളും ആയിരിക്കണം, എഫ് ഡാഷ് എന്ന് പറയുന്നത് കണ്ടിന്യൂസും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഡയറക്റ്റ് റൂട്ട് അല്ല കണ്ടുപിടിക്കുന്നത്, റൂട്ടിലേക്കുള്ള ഒരു സീക്വൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് സപ്പോസ് അയാളുടെ റൂട്ട് ആൽഫ എന്ന് വിചാരിക്കുക, അതായത് എഫ് ആൽഫയാണ് 0 ആവണത്. നമ്മൾ ഡയറക്റ്റ് ആൽഫ അല്ല കണ്ടുപിടിക്കുന്നത്, നമ്മൾ ആദ്യം പറയണത് എക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു നമ്പർ. എക്സ് നോട്ട് എന്ന് പറഞ്ഞ നമ്പർ റൂട്ട് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? എഫ് ഓഫ് എക്സ് നോട്ട് 0 കിട്ടണം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിലാണ് എക്സ് നോട്ടിനെ നമ്മൾ റൂട്ട് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ 0 ഓഫ് ദി ഫംഗ്ഷൻ എന്ന് വിളിക്കുക. അപ്പൊ എക്സ് നോട്ട് റൂട്ട് അല്ലെങ്കിൽ എക്സ് നോട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് നമ്മൾ പുതിയൊരാളെ കണ്ടുപിടിക്കും x1. എന്നിട്ട് x1 റൂട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യും. ദാറ്റ് ഈസ് എഫ് ഓഫ് x1 0 കിട്ടുന്നുണ്ടോ നോക്കും. ഇനി അതും കിട്ടിയില്ല വിചാരിക്കുക, ഇതും അല്ല, we will try x2 from this x1 and we will try whether f of x2 is 0 or not.
അതും അല്ലെങ്കിൽ വി ആർ ഗോയിങ് ടു ഫൈൻഡ് x3 എക്സെട്ര xn എക്സെട്ര. സോ യു ആർ ഗെറ്റിംഗ് എ സീക്വൻസ് xn. ഉറപ്പായിട്ടും ഈ സീക്വൻസ് xn എവിടേക്ക് കൺവേർജ് ചെയ്യും, അല്ലെങ്കിൽ ഈ സീക്വൻസ് xn കുറച്ച് കഴിഞ്ഞാൽ എവിടെ എത്തിക്കോളും? ആൽഫയിൽ എത്തിക്കോളും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് ആൽഫ 0 എന്ന് നമുക്കറിയാം, കാരണം ആൽഫയെ നമ്മൾ റൂട്ടായിട്ട് എടുത്തിരിക്കണം. xn ആൽഫയിലേക്ക് കൺവേർജ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? xnഉം ആൽഫയും തമ്മിലുള്ള ഡിസ്റ്റൻസ് അത്രയും ക്ലോസ് ആണ്, മൈന്യൂട്ട് ആണ്. സോ വി അപ്രോക്സിമേറ്റ് ദാറ്റ് xn ഈസ് ദി റൂട്ട് ഓഫ് ദി പോളിനോമിയൽ, അല്ലെങ്കിൽ റൂട്ട് ഓഫ് ദി ഗിവൺ ഫംഗ്ഷൻ. അപ്പൊ ഇതതിന്റെ ഒരു തിയറി പാർട്ടാണ്. ഇത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് തോന്നാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ജോമെട്രിക് ആസ്പെക്റ്റും കൂടി ഒന്ന് ഇന്റർപ്രിട്ടേഷനും കൂടി നടത്താം. അതിനു മുന്നേ x1 കാണുന്നത്, x0 തന്നാൽ അല്ലെങ്കിൽ x0 കിട്ടിയാൽ x1 കാണുന്നത് എങ്ങനെയാണ്, ആ x1 വെച്ച് x2 കാണുന്നത് എങ്ങനെയാണ്, അതാണ് ഈ ഫോർമുല പറയുന്നത്. The formula is given by xn plus 1 equal to xn minus f of xn by f dash of xn. So first you have this x0 with you. x0 നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം. അങ്ങനെയാണെങ്കിൽ x1 will be, n ന് ഞാൻ ഇവിടെ 0 കൊടുത്താൽ പോരെ, n ന് 0 കൊടുത്താൽ എന്ത് കിട്ടും? x1 is equal to x0 minus f of x0 by f dash of x0. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പൊ x1 വാല്യൂ കിട്ടി. ഇനി നേരത്തെ പറഞ്ഞ പോലെ x1 0 ആണോ അല്ലേ നോക്കാം. 0 ആണെങ്കിൽ നമുക്ക് അവിടെ തന്നെ ആൻസർ ആയി. 0 അല്ലെങ്കിൽ എന്ത് ചെയ്യാം? x2 കണ്ടുപിടിക്കണം. x2 കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇതേ ഫോർമുലയിൽ തന്നെ n ന് 1 കൊടുക്കാം. സോ യു വിൽ ഗെറ്റ് x2 ആസ് x1 minus f of x1 by f dash of x1. Clear? Similarly, you can find x3 as x2 minus f of x2 by f dash of x2. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് യുണീക്ക് ആയിട്ട് ഒരു ഫോർമുല ഉണ്ട് റൂട്ട് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ റൂട്ട് അല്ല നമുക്ക് ആക്ച്വലി കിട്ടുന്നത്, നമുക്കൊരു സീക്വൻസ് ആണ് കിട്ടുന്നത്. പക്ഷെ ആ സീക്വൻസ് എവിടെ എത്തിക്കോളും? ആ സീക്വൻസ് ആൽഫയിലേക്ക് എത്തിക്കോളും. അപ്പൊ ഈ ഒരു ഫോർമുല മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഇനി ഇതിന്റെ ജസ്റ്റ് ജോമെട്രിക് ഇന്റർപ്രിട്ടേഷൻ കൂടി പറയാൻ നിങ്ങൾക്ക് ആവശ്യമില്ല, എന്നാലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഇത് വേണ്ടാന്നുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം, നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, കൺസിഡർ ദ ഗ്രാഫ് ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ആ ഗ്രാഫ് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്കറിയാം ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന എക്സ് ആണ് അതിന്റെ റൂട്ട്. ദോസ് എക്സ് ഹൂസ്, ഇതിനിപ്പോ തൽക്കാലം ആൽഫ നടക്കാം, ദോസ് എക്സ് ഹൂസ് എഫ് വാല്യൂ ഈസ് 0, അയാളെയാണ് നമ്മൾ റൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ എഫ് ഓഫ് എക്സ് 0 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ സാധാരണ ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതുക. അപ്പൊ y ഈക്വൽ ടു 0 ആവുന്ന എക്സ് ഏതാണോ? അപ്പൊ നേരത്തെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1 നമ്മൾ എടുത്തു. അപ്പൊ ഇവിടെ y ഈക്വൽ ടു എക്സ് മൈനസ് 1 ആണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. എപ്പോഴാണ് ഇത് റൂട്ട് എന്ന് പറയുന്നത്? ഇത് 0 ആവണ എക്സ്, അത് 0 ആവണത് എപ്പോഴാ? എക്സിന് 1 കൊടുക്കുമ്പോൾ, ശരിയല്ലേ? അപ്പൊ എക്സിന് 1 കൊടുക്കുമ്പോൾ y വാല്യൂന് എന്താ സംഭവിച്ച്? y ഈസ് 1 മൈനസ് 1, ദാറ്റ് ഈസ് 0. അതായത് y 0 ആവണ ആൾക്കാർ, അതായത് എഫ് ഓഫ് എക്സ് 0 ആവണമെന്ന് പറഞ്ഞാൽ y 0 ആവണ ആൾക്കാരെ ആണ് നമുക്ക് ആവശ്യം. അതാണ് നമ്മുടെ റൂട്ട്. y 0 ആവുന്നത് എവിടെയാണ്? ഇത് നമുക്കറിയാം എക്സ് ആക്സിസ് ആണ്, ഇതാണ് y ആക്സിസ്. അപ്പൊ എവിടെയാണ് ഇവിടെ y 0 ആവുന്നത്? എക്സ് ആക്സിസിലാണ് y 0 ആവുന്നത്. ഇവിടുത്തെ ഒരു പോയിന്റ്, ഈ പോയിന്റ് എടുത്താൽ അവിടെ എന്തായിരിക്കും y വാല്യൂ? y വാല്യൂ 0 ആയിരിക്കും. ദിസ് ഈസ് ലൈക്ക് -2 0 അല്ലെ? ഈ പോയിന്റ് എടുത്താൽ 0 0, ഈ ഒരു പോയിന്റ് എടുത്താൽ 1 0. അപ്പൊ ഇവിടെയൊക്കെ y വാല്യൂ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിന്റെ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, y വാല്യൂ 0 ആവണ പോയിന്റ് ഇതല്ലേ? ഇതാണ് നമുക്ക് വേണ്ട ആള്. അതിനെ നമുക്ക് തൽക്കാലം ആൽഫ എന്ന് വിളിക്കാം. അപ്പൊ വി ആർ ഇൻട്രസ്റ്റഡ് ടു ഫൈൻഡ് ദിസ് എഫ് ആൽഫ. എഫ് ആൽഫ 0 ആയിരിക്കും. അങ്ങനെയുള്ള ഈ ആൽഫ, വി ആർ ഇൻട്രസ്റ്റഡ് ടു ഫൈൻഡ് ദിസ് ആൽഫ വിച്ച് മേക്സ് എഫ് 0 ഓർ വിച്ച് മേക്സ് y 0. അപ്പൊ ഈ ഒരു നമ്പറിനെയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ഫിഗർ നോക്കുമ്പോൾ നമുക്ക് പറയാം ഈ നമ്പർ ഇവിടെയാണ് കറക്റ്റ്. പക്ഷെ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലോ, എക്സ് റേസ് ടു 5 മൈനസ് 5x² പ്ലസ് 6, ഇങ്ങനെയൊക്കെ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് ആണെങ്കിൽ ഇത് ആൽഫ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക്, നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ ആൽഫയോട് ക്ലോസ് ആയിട്ടുള്ള ഒരു നമ്പറിനെ എടുത്തു. ഐ എം കോളിംഗ് ഇറ്റ് ആസ് x0. x0 എന്ന് പറയുന്നത് നമ്മളൊരു നമ്പർ എടുത്തു. ഈ x0 എന്ന് പറയുന്ന നമ്പർ എടുത്തു കഴിഞ്ഞാൽ
ഈ കറസ്പോണ്ടിങ് പോയിന്റ് എന്തായിരിക്കും? എക്സ് നോട്ടിൽ നിന്ന് കറക്റ്റ് മുകളിലേക്ക് വെർട്ടിക്കൽ ആയിട്ട് വരുന്ന ഈ പോയിന്റ് എന്തായിരിക്കും ഗ്രാഫിലെ? ദിസ് വിൽ ബി നത്തിങ് ബട്ട് എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് നോട്ട്. ശരിയല്ലേ? ആ പോയിന്റ് എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് നോട്ട് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്തത്, വാട്ട് ഈസ് ദി ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ലൈൻ? ഈ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് എഫ് എക്സ് നോട്ട്. നമുക്കറിയാം ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ ഈസ് ഗിവൺ ബൈ ദിസ് ഫോർമുല, y മൈനസ് y നോട്ട് ഈക്വൽ ടു m into x minus x naught, where m is the slope. So this is the equation of the tangent at the point x naught y naught. So what is the equation of the tangent at the point x naught f x naught? It will be y minus y naught is f x naught. ശരിയല്ലേ? ഇവിടെ f x naught ആണ് പോയിന്റ്, ഈക്വൽ ടു m. ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്, f ഡാഷ് at the point x naught, f dash x naught into x minus x naught. ശരിയല്ലേ? ഇനി നമുക്ക് ഏത് വാല്യൂ വേണ്ടത്? ഈ ഒരു എക്സ് ആക്സിസിലേക്ക് നമുക്ക് എത്തിപ്പെടണം. അപ്പൊ എക്സ് ആക്സിസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി ഈ പോയിന്റ് കിട്ടാൻ എന്ത് ചെയ്യാം? ഈ ഒരു പോയിന്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയത്. ദിസ് ഈസ് ദാറ്റ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ വൈക്ക് 0 കൊടുത്താൽ എന്ത് സംഭവിക്കും? വൈക്ക് 0 കൊടുത്താൽ ഈ പോയിന്റ് ആയിരിക്കും നമുക്ക് കിട്ടുക, എക്സ് ആക്സിസിലുള്ള ഈ പോയിന്റ്. അതിനെ ഞാൻ x1 എന്ന് വിളിക്കുകയാണ്. ഓക്കെ, സോ പുട്ടിംഗ് y ഈക്വൽ ടു 0 in this equation, above equation, what you are getting? Minus f of x equal to, or minus f of x naught is equal to f dash of x naught into x minus x naught. ഇതിനെ f dash ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. So this becomes minus f x naught by f dash x naught equal to x minus x naught. അതിനെ x1 എന്ന് വിളിക്കട്ടെ, കാരണം ഈ പോയിന്റ് ഞാൻ x1 എന്നാണ് വിളിച്ചത്. വൈക്ക് 0 കിട്ടുമ്പോൾ കിട്ടുന്ന പോയിന്റിനെ x1 എന്നാണ് വിളിച്ചത്. Now what is x1? x1 is x naught നമുക്ക്, അല്ലെങ്കിൽ ഈ ടേമിനെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. സോ x1 will be x naught minus f x naught by f dash x naught. ക്ലിയർ? ഇത് തന്നെയല്ലേ നമുക്ക് നേരത്തെ ന്യൂട്ടൺസ് ഫോർമുല പ്രകാരം കിട്ടിയ ആള്? x1 equal to x naught minus f x naught by f dash x naught. Clear? So this is the formula for finding the next approximation. അപ്പൊ x naught എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം. അതിൽ നിന്ന് നമുക്ക് എവിടെ എത്തി? നമ്മൾ x1 എന്ന് പറയുന്ന പോയിന്റിൽ എത്തി. ഇനി x1 എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാം? നേരെ സ്ട്രെയിറ്റ് ലൈൻ മുകളിലേക്ക് ജോയിൻ ചെയ്യണ പോയിന്റിനെ നമുക്ക് മാർക്ക് ചെയ്യാം. ദാറ്റ് ഈസ് x1 f x1. ക്ലിയർ? ഇനി എന്ത് ചെയ്യാം? ഇതേ കാര്യം തന്നെ ചെയ്യാം. വി ക്യാൻ ഡ്രോ എ ടാൻജന്റ് ത്രൂ ദിസ് പോയിന്റ്. ടാൻജന്റ് അല്ലേ? അറ്റ് ദാറ്റ് പോയിന്റ്, ആ പോയിന്റ് നമ്മൾ ടാൻജന്റ് വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ പോയിന്റിനെ കണ്ടുപിടിക്കാം. ദിസ് പോയിന്റ് ഈസ് x2. അപ്പൊ x2ന്റെ ഫോർമുല എന്തായിരിക്കും? ഇതേപോലെ തന്നെ x2 can be obtained as x1 minus f of x1 by f dash of x1. അപ്പൊ നമ്മൾ എവിടെ എത്തി? x2 എന്ന് പറയുന്ന പോയിന്റിലേക്ക് കിട്ടി. സോ x1 ൽ നമ്മൾ x2 എത്തി. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എവിടെ എത്തും? x3 കിട്ടും. x3 കിട്ടാൻ എന്ത് ചെയ്യണം? ഇതിനെ ഞാൻ ഒന്ന് സൂം ചെയ്യാം. x3 കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം? x3 കിട്ടാൻ വേണ്ടിയിട്ട് ഈ പോയിന്റിനെ എടുക്കാം, x2ന്റെ മുകളിലുള്ള പോയിന്റ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് x2 f x2. ഇനി ആ പോയിന്റിലുള്ള ടാൻജന്റ് വരയ്ക്കുകയാണ് അല്ലെ? ഇങ്ങനെ ഒരു ടാൻജന്റ് വരച്ചു. അപ്പോ യു ആർ ഗെറ്റിംഗ് ദ നെക്സ്റ്റ് പോയിന്റ്, ദാറ്റ് ഈസ് x3. സോ എന്താ സംഭവിച്ചത്? ഓരോ സ്റ്റെപ്പ് കഴിയുന്തോറും നമ്മൾ എവിടെ എത്തി? നമ്മള് x ഈക്വൽ ടു ആൽഫ, അതായത് വേണ്ട റൂട്ടിന്റെ അടുത്തെത്തി. ആദ്യം x നോട്ടിലായിരുന്നു, അത് റൂട്ടിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് ദൂരെയായിരുന്നു. അടുത്ത് നമ്മൾ x1 എത്തി, അത് റൂട്ടിൽ നിന്ന് ഇത്രയും അടുത്തായിരുന്നു.
അടുത്ത x2 എത്തി, അത് കുറച്ചും കൂടി അടുത്താണ്, നെക്സ്റ്റ് x3 എത്തി. സോ ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്? വി ആർ ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു ദി root. That means you are getting a sequence x0, x1, etc., xn, etc., which is converging to the root of f of x. ഇതാണ് ജോമെട്രിക് ഇന്റർപ്രിട്ടേഷൻ. ഇനി ഇത് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ഇത് റിവൈൻഡ് ചെയ്തിട്ട് കാണാം. ഇനിയും മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, കാരണം ഇത് സബ് ക്ലാസ്സിന് അത്ര ഒരു ആവശ്യമുള്ള കാര്യമല്ല. നമുക്ക് പ്രോബ്ലം ചെയ്യണതാണ് വേണ്ടത്. അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ അറിയേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ദിസ് വൺ xn plus 1 is given by xn minus f of xn by f dash xn. This is Newton's formula. This is the formula we need. അപ്പൊ നമുക്കൊരു പ്രോബ്ലം എടുക്കാം. Find the root of the equation. Find the root of the equation f of x equal to x cube minus x minus 1 equal to 0 using Newton's method. അപ്പൊ ഇതിൽ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കാണാം, ഇത് കറക്റ്റ് 4 decimal places എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അത് നമുക്ക് പ്രോബ്ലം സൊല്യൂഷൻ ചെയ്തു വരുമ്പോൾ പറയാം. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. കാരണം അത് നമുക്ക് എപ്പോഴും ഫോർമുലയിൽ ആവശ്യമുള്ള ആളാണ്, ശരിയല്ലേ? എഫ് ഡാഷ് ആണ് ഡിനോമിനേറ്റർ ഇട്ട്. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ യു വിൽ ഗെറ്റ് ദിസ് ആസ് 3x² minus 1. ഇനി നമുക്ക് ഇതിന്റെ റൂട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടെക്നിക്ക് ഉപയോഗിക്കുകയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഗ്രാഫ് പോലെ തന്നെ ഇവിടെയൊക്കെ എഫ് വാല്യൂ എന്തായിരിക്കും? ഈ പോയിന്റുകളിലൊക്കെ എഫ് വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും, ശരിയല്ലേ? എഫ് ഈസ് നെഗറ്റീവ്, കാരണം നമുക്കറിയാം എക്സ് ആക്സിസിന് താഴെ വരുമ്പോൾ വൈ വാല്യൂ നെഗറ്റീവ് ആണ്. ഇവിടെയൊക്കെ എന്തായിരിക്കും എഫ് വാല്യൂ? ഇവിടെയൊക്കെ എഫ് വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മുടെ എയിം എന്ന് പറയുന്നത് ഒരു നമ്പർ കണ്ടുപിടിക്കാൻ പോണ്, എ എന്ന് പറയുന്ന നമ്പർ. അതേപോലെ എഫ് ഓഫ് ബി എന്ന് പറഞ്ഞ നമ്പറും കണ്ടുപിടിക്കാൻ പോവാണ്. സച്ച് ദാറ്റ് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇത് നെഗറ്റീവാ വിചാരിക്കുക, ഇത് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. അതായത് എഫ് ഓഫ് എ നെഗറ്റീവ് ആണ്, എഫ് ഓഫ് ബി പോസിറ്റീവ് ആണ്. അങ്ങനെയുള്ള ഉറപ്പായിട്ടും റൂട്ട് ആൽഫ എവിടെയായിരിക്കും? ഈ രണ്ടു പേരുടെയും ഇടയിലായിരിക്കും, ശരിയല്ലേ? നെഗറ്റീവിന്റെയും പോസിറ്റീവിന്റെയും ഇടയിൽ കൂടെ അല്ലേ ഇത് വരുന്നത്, ഈ ഒരു പോയിന്റ്. കാരണം തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. നിങ്ങൾക്ക് കൈ എടുക്കാണ്ട് ഈ ഒരു ഗ്രാഫിനെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? ഇത് ടച്ച് ചെയ്യാണ്ട് ആൽഫ, ഇത് ആൽഫ ടച്ച് ചെയ്യാണ്ട് ഈ ഗ്രാഫിന് ഇങ്ങനെ പോകാൻ പറ്റുമോ? ഒരിക്കലും പോകാൻ പറ്റില്ല. കാരണം എന്താ? തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മുടെ എയിം എന്ന് പറയുന്നത് വി ആർ ഗോയിങ് ടു ഫൈൻഡ് 2 numbers സച്ച് ദാറ്റ് എഫ് ഓഫ് എ ഈസ് either നെഗറ്റീവ് ഓർ പോസിറ്റീവ്. ഇത് പോസിറ്റീവ് ആയാലും കുഴപ്പമില്ല, then this should be നെഗറ്റീവ്. ക്ലിയർ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെറുതെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. എഫ് ഓഫ് 1 എന്താ വരാന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കാണ്. വാട്ട് ഈസ് എഫ് ഓഫ് 1? എഫ് ഓഫ് 1 ഈസ് 1 cube minus 1 minus 1. എത്ര വരിക അത്? 1 minus 2 അല്ലെ? 1 minus 2 that is minus 1. അപ്പൊ നോട്ട് ഈക്വൽ ടു 0. നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇയാള് റൂട്ട് അല്ല. സോ എക്സ് ഈക്വൽ ടു 1 ഈസ് നോട്ട് എ റൂട്ട്. റൂട്ട് ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടണമായിരുന്നു? എഫ് ഓഫ് 1 0 കിട്ടണമായിരുന്നു. അപ്പൊ എഫ് ഓഫ് 1 എന്താണ് കിട്ടി? എഫ് ഓഫ് 1 ലെസ് ദാൻ 0 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നെഗറ്റീവ് എന്ന് കിട്ടി. ഇനി വെറുതെ എഫ് ഓഫ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ദാറ്റ് വിൽ ഗീവ് യു 2 cube minus 2 minus 1. That is 8 minus 2 minus 1, that is 5, which is greater than 0. That means what? F of 2 is positive. Therefore, root lies between 1 and 2. ശരിയല്ലേ? 1ല് വാല്യൂ നെഗറ്റീവ് ആണ്. അപ്പൊ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഗ്രാഫ് ഇവിടെ എവിടെയാണ്? -1 എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ട് വരും. ഇതാ ഈ ഒരു പോയിന്റിലാണ്. 2 എന്ന് പറയുന്ന പോയിന്റിൽ ഗ്രാഫിന്റെ വാല്യൂ അല്ലെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ
5 ആണ് സംവെയർ ഹിയർ, ശരിയല്ലേ? അപ്പൊ ഗ്രാഫ് കണ്ടിന്യൂസ് ആണ്. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, തൽക്കാലം ഇവിടെ ഇങ്ങനെയൊക്കെയാന്ന് വിചാരിക്കാം. ഇപ്പുറത്തേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഈ ഒരു പോയിന്റിൽ നിന്ന് എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോഴേക്കും ഇയാൾ ഇവിടെ ഈ പോയിന്റിൽ എത്തിയിരിക്കണം. ദാറ്റ് മീൻസ് ഇത് 1 ഉം 2 ആയിരുന്നു. സംവെയർ ഹിയർ ഈസ് ദി റൂട്ട്. അപ്പൊ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് ഇതിന്റെ ഫസ്റ്റ് അപ്രോക്സിമേഷൻ കണ്ടുപിടിക്കാം. അപ്പൊ എക്സ് നോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. എക്സ് നോട്ട് ഇഷ്ടമുള്ളത് മീൻസ് 1നും 2നും ഇടയിലുള്ള റൂട്ട് നമുക്ക് അറിയാം. അപ്പൊ എക്സ് നോട്ടിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ ചൂസ് ഇറ്റ് ആസ് 1 or you can choose it as 2 or you can take it as 1.5 or 1.1, any number you need. കാരണം നമുക്കറിയാം ആൽഫ എന്ന് പറയുന്ന നമ്പറിന് അടുത്ത് കിടക്കുന്ന നമ്പേഴ്സ് ആണ് ഇവരെല്ലാവരും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിനെ നമ്മൾ എക്സ് നോട്ട് ആയിട്ട് എടുക്കാൻ പോവാണ്. അപ്പൊ ഇവിടെ ഞാൻ എക്സ് നോട്ട് എന്ന് പറയുന്നത് 0 ആയിട്ട് തന്നെ എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ റബ്ബ് ചെയ്യാണ്. സോറി, 0 അല്ല, എക്സ് നോട്ട് എന്ന് പറയുന്നത് ഞാൻ 1 ആയിട്ട് എടുക്കാൻ പോവാണ്. 1നും 2നും ഇടയിലാണ് റൂട്ട്. സോ ഐ എം ടേക്കിംഗ് എക്സ് നോട്ട് ആസ് 1. ഒരു നിർബന്ധമില്ല 1 എടുക്കണമെന്ന്. യു ക്യാൻ ടേക്ക് വാട്ട് എവർ വാല്യൂ ഇൻ ബിറ്റ്വീൻ 1 to. എക്സ് നോട്ട് 1 എടുത്താൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എഫ് ഓഫ് 1 എന്താന്ന് കണ്ടുപിടിക്കണം. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു. 1 cube minus 1 minus 1, that will give you -1. Now f dash of 1 കണ്ടുപിടിക്കണം. f dash of x നമുക്കറിയാം 3x square minus 1 ആണ്. അപ്പൊ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3 into 1 minus 1, that will give you 2. Then by Newton's formula, what is x1? x1 is given by x naught minus f of x naught by f dash of x naught. That is 1 minus f of x naught എന്തായിരുന്നു? -1 by f dash of x naught 2 ആണ്. So this will give you 1 plus 1 by 2, that is 1.5. So this is our new approximation, that is x1. Clear? ഇനി x1 റൂട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യാം. x1 റൂട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? f of 1.5 കണ്ടുപിടിക്കാം. അപ്പൊ f of 1.5 കണ്ടുപിടിക്കുമ്പോൾ f of x x cube minus x minus 1 ആണ്. അപ്പോൾ f of 1.5 എന്ന് പറയുന്നത് 1.5 ക്യൂബ് മൈനസ് 1.5 മൈനസ് 1 ആണ്. അപ്പൊ ഇത് നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യേണ്ടി വരും. കാൽക്കുലേറ്റർ വെച്ചാൽ നമുക്ക് ഈ ന്യൂമറിക്കൽ മെത്തേഡ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ന്യൂമറിക്കൽ വേയിലുള്ള റൂട്ട് കണ്ടുപിടിക്കലൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ x1 എന്ന് പറയുന്നത് 1.5 ആണ്. f of 1.5 after calculation we will get this as 0.875. 0 ആണോ? ഇത് 0 ആയിരുന്നെങ്കിലോ? f of 1.5 0 ആയിരുന്നെങ്കിലോ we can take 1.5 as alpha. 1.5 ആയിരുന്നു റൂട്ട് എന്ന് പറയായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അയാള് 0 അല്ല, പക്ഷെ 0യുടെ അടുത്ത ആളാണ്, അല്ലെ? ഇനി എന്ത് ചെയ്യാം? സിമിലർലി you can find x2. x2 is given by the formula x1 minus f of x1 divided by f dash of x1. That is x1 is 1.5 minus f of x1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 0.875. Now you need to calculate f dash of 1.5. ഇത് നമുക്ക് കാൽക്കുലേറ്ററിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് 3 into 1.5 square minus 1 ചെയ്ത് കണ്ടുപിടിക്കാം. That you are getting as 5.75. And after simplification or calculation, you can obtain this as 1.34783. അപ്പൊ നമ്മളോട് പറഞ്ഞിരുന്നു, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു up to 4 decimal places എന്നോ 5 decimal places എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും ഡെസിമൽ പ്ലേസ് എങ്കിലും എഴുതുക. up to 4 ആ ചോദിച്ചിരിക്കണമെങ്കിൽ 5 എങ്കിലും എഴുതുക. ഇപ്പൊ x1 നമുക്ക് കിട്ടി. x1 എത്രയായിരുന്നു? 1.5. സോ ഞാൻ ഈ റൂട്ടുകളൊന്നും എഴുതാണ്. ആദ്യം എടുത്ത റൂട്ട് 1 ആയിരുന്നു, അടുത്തത് 1.5 ആണ്, അടുത്തത് 1.34783 ആണ്. അപ്പൊ എഫ് ഓഫ് x2 എത്ര വരുന്നത് നോക്കാം. അതായത് എഫ് ഓഫ് 1.34783 എത്ര വരുന്നത് നോക്കാം. അതും കാൽക്കുലേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി 0.1007.
സോ യു ആർ ഗെറ്റിംഗ് ക്ലോസർ ടു 0. പക്ഷെ 0 ആയിട്ടില്ല. സോ ദിസ് ഈസ് അവർ വാല്യൂ fx2. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് x3 കണ്ടുപിടിക്കാം. x3 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏത് ഫോർമുല ചെയ്യാം? x3 is given by the formula x2 minus fx2 by f dash x2. ഇനി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. ആ വാല്യൂസ് ഒക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് x3 കിട്ടാൻ പോകുന്നത് 1.3252 എന്നായിരിക്കും. അഗൈൻ f of x3 കണ്ടു നോക്കുക. f of x3 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ it's approximately 0.00206. ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്ററിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് x4 കാണാം. x4 is given by the formula x3 minus fx3 divided by f dash x3. After simplification, you will obtain this as 1.32472. അപ്പൊ ഇത് നോക്കൂ, ഇത് അപ് ടു 2 ഡെസിമൽ പ്ലേസസ് ഇവർ രണ്ടുപേരും ഈക്വൽ ആണ്. സോ നമുക്ക് ഉറപ്പിച്ച് പറയാം റൂട്ട് 1.3 സംതിങ് ആയിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് അപ് ടു 4 ഡെസിമൽ പ്ലേസസ് ചോദിച്ചുകൊണ്ട് ഇവിടെ നിർത്താൻ പറ്റില്ല. യു നീഡ് ടു പ്രൊസീഡ്. That is to find f of x4. f of x4 കാണുന്ന സമയത്ത് അത് 0.0000 ഒരു 0 കൂടി 87 ആയിരിക്കും. അപ്പൊ ഇവിടെ വേണമെങ്കിൽ നമുക്ക് നിർത്താം. കാരണം f of x4 കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ ഇങ്ങനെ പറയട്ടെ, ഞാൻ f of x4 is 0 എന്ന് പറയട്ടെ. 0 എന്ന് പറയാൻ പാടില്ല ശരിക്കും. പക്ഷെ അപ് ടു 4 ഡെസിമൽ പ്ലേസസ് എടുത്ത് നോക്കുകയാണെങ്കിൽ this is 0, approximately 0. So I am stopping here and I am saying that the root of this polynomial is 1.2472. ഇനി ഇവിടെ നിർത്തണം എന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് x5 കണ്ടുപിടിക്കാം. x5 കണ്ടുപിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുക 1.324718 ആണ്. അപ്പൊ എത്ര സ്റ്റെപ്പ് കൂടുതൽ ചെയ്യുന്നു അത്രയും നമ്മൾ റൂട്ടിനോട് അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഡെസിമൽസ് വന്നുകൊണ്ടാണ് പ്രശ്നം. ചിലപ്പോൾ നമുക്ക് റൂട്ട് 1.5 ഇല്ലെങ്കിൽ 3 അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റ അടിക്കാൻ ചിലപ്പോൾ x2 x3 വെച്ചിട്ട് ആ ആൻസർ കിട്ടും. പിന്നെ നിങ്ങൾ എത്ര ചെയ്ത് നോക്കിയാലും അത് പിന്നെയും 3 എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ സപ്പോസ് ആൽഫ ഈക്വൽ ടു 3 ആയിരുന്നു റൂട്ടെങ്കിൽ 3 എന്ന് പറഞ്ഞ പോയിന്റ് വരും ഏതെങ്കിലും ഒരു x4ൽ 3 വന്നു വെച്ചാൽ പിന്നെ x5ലും അത് 3 ആയിരിക്കും. അടുത്തൊക്കെ ഇങ്ങനെ 3 എന്ന് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിന്റെ റൂട്ട് 1.324718 ആണ്. ഇനിയിപ്പോ ഇവിടെ നിർത്തിയാലും നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. സമയത്തിനനുസരിച്ച് പ്രോബ്ലംസ് ചെയ്താൽ മതി.